മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. 2 ദിവസം മുമ്പ് എറണാകുളത്ത് വെച്ച് ഏഷ്യാനെറ്റിൻ്റെ ഇത് ചാനലിലാണെന്ന് എനിക്ക് ഓർമ്മയില്ല, നല്ല ഒരു കുടുംബജീവിത ഉപദേശം, ഒരു നാടകം പോലെ. അത് ഒറിജിനലാണോ എന്ന് പോലും അറിഞ്ഞൂടാ, ഒറിജിനലാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഒറിജിനൽ ആവാനാണ് സാധ്യത എന്ന് തോന്നുന്നു. അത് കാണുകയുണ്ട. ഒരു വീട്ടിലെ ഭാര്യയും ഭർത്താവും തമ്മിൽ നിരന്തരം ഈഗോയുടെ പേരിൽ, അഹംഭാവത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും പേരിൽ നിരന്തരം വഴക്കിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബത്തില് ഒരു കുട്ടി, അവരുടെ കുട്ടി വളരുന്നത് അച്ഛനും അമ്മയും നിരന്തരം ഫൈറ്റ് ചെയ്യുന്നത് കണ്ടിട്ടാണ്. ആ കുട്ടി മാനസികമായിട്ട് തളർന്ന് മനോരോഗിയായി മാറി അന്ത്യത്തില് ഒരു ഹോം കൗൺസിലിംഗ് ആയിട്ടുള്ള ഏജന്റ് വീട്ടിൽ വന്ന് താമസിച്ച് ഉപദേശിക്കുന്ന ഒരു സ്ത്രീയുടെ സഹായത്തില് സ്നേഹവും പരസ്പര ബഹുമാനവും എല്ലാം പങ്കുവെപ്പിച്ച് ആ കുട്ടിയെ നോർമൽ ലെവലിലേക്ക് കൊണ്ടുവരുന്നു. ആ നോർമൽ ലെവലിലേക്ക് കൊണ്ടുവരുമ്പോൾ മാറ്റം ഉണ്ടാവേണ്ടത് കുട്ടിയിലായിരുന്നില്ല, കുട്ടിയിലല്ല. കുട്ടിയിൽ ഉണ്ടാവണമെങ്കിൽ അച്ഛനും അമ്മയുമായ ഭാര്യാഭർത്താവിൽ അത് ഉണ്ടാവണം എന്ന് പറയുന്ന ആ സീരിയലില് യഥാർത്ഥത്തില് ഇന്ന് ഡൈവോഴ്സിംഗ് എന്ന് പറയുന്നത് വളരെ അധികം നടക്കുന്ന ഒരവസരത്തില് ഭാര്യാഭർത്തൃ ബന്ധത്തില് ഭാര്യയും ഭർത്താവും സാമ്പത്തികമായിട്ട് നല്ല ഉയരത്തിൽ നിൽക്കുന്നു. അവരുടെ അഭിപ്രായത്തിന് പരമാവധി പ്രാധാന്യം കൊടുത്ത് ഞാൻ പറഞ്ഞതാണ് ശരി, അതനുസരിച്ച് ജീവിക്കണം എന്ന് നിർബന്ധിക്കുന്നു. അടുത്ത കാലത്ത് 4-5 ദിവസം മുമ്പുള്ള മാതൃഭൂമി പത്രത്തിലാണെന്ന് തോന്നുന്നു ഒരു വാർത്ത വന്നിരുന്നു. വിവാഹം കഴിക്കാൻ തീരുമാനിച്ച് വിവാഹത്തിന് ക്ഷണക്കത്ത് വരെ അടിച്ചതിന് ശേഷം ഈ കല്യാണം കഴിക്കാൻ പോകുന്ന ആണും പെണ്ണും തമ്മിൽ നിരന്തരം ടെലിഫോണിലൂടെ സംസാരിക്കുമ്പോൾ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണ് ആണിനെ പേരേ വിളിക്കുള്ളൂ, ചേട്ടാന്ന് വിളിക്കില്ല, ഞാൻ പേര് മാത്രമേ വിളിക്കുള്ളൂ എന്ന് ഉറപ്പിച്ച് പറയുകയും ഞാൻ ചേട്ടാ എന്ന് വിളിക്കില്ല, പേര് മാത്രമേ വിളിക്കുള്ളൂ എന്ന കടുംപിടുത്തം കൊണ്ട് തന്നെ ആ വിവാഹം നടത്താതെ പോവുകയും അതിന് കോമ്പൻസേഷനായിട്ട് കോടതിയിലേക്ക് പോവേണ്ടി വരികയും പിന്നെ സമൂഹത്തിലുള്ളവർ ഒരുമിച്ച് ചേർന്ന് എത്രയോ 50,000 രൂപയുടെയോ 1,00,000 രൂപയുടെയോ കോമ്പൻസേഷൻ കൊടുത്ത് ആ വിവാഹം നടക്കാതെ പോവുകയും ചെയ്തു. ഒരു ചെറിയ വിഷയമാണ്. കല്യാണത്തിന് ശേഷമായിരുന്നു ഇത് സംഭവിച്ചിരുന്നതെങ്കിൽ എത്ര ഡേഞ്ചറസ് ആകുമായിരുന്നു. ഇത് ഏഷ്യാനെറ്റിലുള്ളതല്ല ഞാനിപ്പോൾ പറഞ്ഞത്. ഞാനിപ്പോൾ പറഞ്ഞ 2ാമത്തെ ഭാഗം പത്രത്തിൽ വായിച്ചതാണ്. ഇനി തിരിച്ച് ഏഷ്യാനെറ്റിലുള്ള വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ, ആ കുട്ടി, ഇവരുടെ മകള് നല്ല രീതിയിൽ സമൂഹത്തിൽ ജീവിക്കണമെങ്കിൽ കുട്ടിയിലേ അല്ല മാറ്റം വരേണ്ടിയിരുന്നത് ഭാര്യാഭർത്താക്കന്മാരിലാണ്. ഞാൻ ഒത്തിരി പ്രഭാഷണങ്ങളിൽ പോകുമ്പോഴും ഓരോ സ്ഥലത്ത് പോകുമ്പോഴും ഞാൻ പരോക്ഷമായിട്ട് കാണാറുണ്ട്. ഞാൻ ആരുടെ വിശേഷങ്ങൾ ചോദിക്കാറില്ല. ഇനി അഥവാ വല്ല പ്രശ്നങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ ഇടപെടാറുമില്ല. കാരണം അതിൻ്റെ പുറകിൽ എന്തെല്ലാമാണ് ഉള്ളതെന്നുള്ളതൊന്നും എനിക്ക് അന്വേഷിച്ച് കണ്ടുപിടിച്ച് അതിന് പരിഹാരം കൊടുത്ത് ഉപദേശിക്കാനുള്ള യോഗ്യതയോ ഇല്ല. അങ്ങനെ യോഗ്യതയുള്ളവനായി തീരണമെന്ന ആഗ്രഹവും ഇല്ല. എൻ്റെ ദൗത്യം വേറൊന്നാണ്. അതുകൊണ്ട് ഞാൻ എല്ലാത്തിലേക്കും ഇടപെടാറുമില്ല. ഞാനതിനിപ്പോൾ പറഞ്ഞത് പരോക്ഷമായിട്ട് കാണാറുണ്ട്. കുടുംബങ്ങളിലേക്ക് പോകുമ്പോൾ ഭാര്യാഭർത്തൃ ബന്ധത്തിൻ്റെ ഉണ്ടായിരിക്കേണ്ട താഴ്ച, ആഴം ഇല്ലാതെ പലപ്പോഴും ചെറിയ ചില വാക്കുകളിലും ചില വീക്ഷണങ്ങളിലും ചില കാര്യങ്ങളിലുമൊക്കെ തനി ഉപരിപ്ലവമായിട്ട് ശാരീരികമായിട്ടുള്ള സുഖത്തിനും മാനസികമായിട്ടുള്ള സന്തോഷത്തിനും രണ്ടിനും ഇട നൽകാതെ സമൂഹത്തിൽ നിന്ന് തിന്മകള്
വരുമല്ലോ എന്ന് ഭയങ്കരമായിട്ട് ഭയപ്പെട്ടുകൊണ്ട് മാത്രം ജീവിക്കുന്ന, വേർതിരിഞ്ഞ് ജീവിക്കുന്ന, വേറെ വേറെ മുറിയിൽ കിടക്കുന്ന, 24 മണിക്കൂറിൽ ഉണർന്നിരിക്കുന്ന സമയത്തിന്റെ 3/4 ഭാഗവും ഫൈറ്റ് ചെയ്യുന്ന, എന്നാൽ ഭാര്യയുടെയും ഭർത്താവിൻ്റെതുമായിട്ടുള്ള പ്രശ്നങ്ങൾ മക്കളോട് ദേഷ്യരൂപത്തിൽ തീർക്കുന്ന എത്രയോ കുടുംബങ്ങളുണ്ട്. അവിടെ എല്ലാം ഒരു വഴിയേ ഉള്ളൂ. ഒരു മെഡിക്കൽ ഷോപ്പിലും ഒരു ഡോക്ടറുടെ അടുത്ത് പോയാലും ഒരു സ്ഥലത്ത് നിന്ന് പരിഹാരം കാണാൻ സാധിക്കില്ല. ഞാനിങ്ങനെ ഒരിക്കൽ കുടുംബജീവിതത്തെക്കുറിച്ച് പറയുന്നത് കേട്ടിട്ടാണ് കോട്ടയത്ത് ഒരു പള്ളിയിൽ പ്രഭാഷണത്തിന് ക്ഷണിച്ചതെന്നും ഈ മാസം ഡിസംബർ മാസത്തിൽ അവിടെ ഞായറാഴ്ച രാവിലെ 8 തൊട്ട് 10 വരെയും ആ വലിയ ഇടവകയിൽ എല്ലാവരെയും വിളിച്ചിട്ട് എൻ്റെ ഒരു ക്ലാസ് ഉണ്ട്. ആ ക്ലാസ്സിൽ കുടുംബജീവിതം മാത്രം പറഞ്ഞാൽ മതി പള്ളിക്കകത്തെന്ന് എന്നോട് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് അത്ഭുതം തോന്നി. ഞാൻ ചോദിക്കേണ്ടായി, ആള് മാറിപ്പോയില്ലല്ലോ എന്ന്. ഇല്ല, സാറിനെ തന്നെയാണ്, സാറ് വരണം, ക്ലാസ് എടുക്കണം. ഈ വളരെ അഭിമാനം തോന്നി സത്യത്തിൽ. പലരും പലതും പറയുമ്പോഴും അതിൽ നിന്ന് നന്മകൾ എടുക്കാൻ എല്ലാവരും ശ്രമിച്ചു എന്ന് വിചാരിക്കാം. പലരും പലതും പറയുമ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് ലോകത്തിന്റെ അവസ്ഥയാണ്. അവിടെ നന്മയുണ്ട് തിന്മയുണ്ട് കേൾക്കാൻ, നന്മയുണ്ട് തിന്മയുണ്ട് കാണാൻ, നന്മയുണ്ട് തിന്മയുണ്ട് ചർച്ച ചെയ്യാൻ, നന്മയുണ്ട് തിന്മയുണ്ട് ചിന്തിക്കാൻ. പക്ഷെ ഇതിൽ നിന്ന് നന്മയെടുക്കാൻ പറ്റുന്ന വിധത്തിൽ അക്കാഡമിക്കലി ക്വാളിഫൈഡ് ആണ് ഇന്നത്തെ മലയാളികൾ. അതുകൊണ്ട് നന്മ എടുക്കാൻ സാധിക്കുന്ന മക്കൾക്ക് മാതൃകയായി നിൽക്കേണ്ടത് മാതാപിതാക്കളാണ്. അമ്മയും അച്ഛനും തമ്മിൽ ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നത് കണ്ടാല് ആനന്ദത്തിമർപ്പിൽ തുള്ളിച്ചാടുന്ന മക്കളുടെ മാനസികാവസ്ഥയൊന്ന് നോക്കാം. എനിക്കൊക്കെ അത് വ്യക്തമായിട്ട് അനുഭവമാണ്. എൻ്റെ അമ്മ ഒത്തിരി ദുരിതം അനുഭവിച്ച അവസാനം ഒരു മാനസിക രോഗിയായി മാറില്ല. അപ്പോഴും അച്ഛനും അമ്മയും തമ്മിൽ നല്ല സന്തോഷത്തോടുകൂടി സംസാരിക്കുന്ന കണ്ടാൽ ഞങ്ങൾ 5 മക്കൾക്കും വന്ന് സ്വർഗ സന്തോഷമാണ്, തറധന്യമാണ്. എൻ്റെ അമ്മ മരിക്കാൻ സമയത്ത് എൻ്റെ അച്ഛൻ അടുത്ത് വന്ന് തലോടിക്കൊണ്ട് നിൽക്കുന്ന ആ കാഴ്ച ഇന്നും ഹൃദയത്തിന്റെ ഉള്ളില് വൈബ്രേഷനോട് കൂടിയാ കാണാം. അടുത്ത ജന്മത്തിൽ നമുക്ക് ഒരുമിച്ച് വരാം, നമ്മൾ ഒരുമിച്ച് തന്നെ ഉണ്ടാവും. ഞാനുണ്ട്. മരിക്കാൻ പോകുന്ന ജംഗ്ഷനിലും മക്കളെ വിളിച്ച് പറഞ്ഞു, അച്ഛന് രാവിലെ ചായ കൊടുക്കുമ്പോഴത്തേക്കും ഒരു പപ്പടം ചുട്ട് കൊടുക്കണം, ഇനി ഞാൻ ഉണ്ടാവില്ല, ഞാൻ പോവാണ്, അച്ഛന് വേദന ഉണ്ടാവരുത്, അച്ഛൻ എൻ്റെ കൂട്ടത്തിൽ വരുന്നത് വരെ അച്ഛനെ നോക്കിക്കൊള്ളണം. ഇതെല്ലാം പറഞ്ഞാൽ വരി ഇന്നും നിറഞ്ഞ ഹൃദയത്തോടുകൂടി ഹൃദയത്തിലുണ്ട്. ആ ഭാര്യാഭർത്തൃ ബന്ധം ചെറുപ്പകാലത്തിൽ അവർ വഴക്കിട്ടിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് അവരിൽ നിന്ന് ഈ വഴക്കിന്റെ വേദന കാണാനും കേൾക്കാനും ഇടവന്നപ്പോഴും അച്ഛൻ്റെ അമ്മ അമ്മായിയമ്മ പോര് വളരെ ശക്തമായിട്ടുണ്ടായിരുന്നപ്പോൾ എൻ്റെ അമ്മ അനുഭവിച്ച വേദനയുമെല്ലാം സ്മരിച്ചാലും ലാസ്റ്റ് ആവുമ്പോഴത്തേക്കും അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചാൽ അമ്മയ്ക്ക് എഴുന്നേൽക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും അമ്മ നിരങ്ങി വന്ന അച്ഛൻ്റെ കാര്യങ്ങളെല്ലാം ചായ ഉണ്ടാക്കലും കാപ്പി ഉണ്ടാക്കലും എല്ലാം അമ്മ ചെയ്തു കൊടുക്കുമായിരുന്നു. അത്രയും വാർദ്ധക്യത്തിലും ആ സീൻ കാണുമ്പോൾ മക്കളായ ഞങ്ങൾക്ക് മക്കളായി കഴിഞ്ഞതിന് ശേഷമാണ് ഇത് ഞങ്ങൾ കാണുന്നത്. എങ്കിൽ പോലും അതിനു മുമ്പ് കണ്ടിരുന്നില്ല എന്നല്ല, അപ്പ കാണുമ്പോൾ പോലും മനസ്സിനകത്ത് തോന്നുന്ന സംതൃപ്തി. ഞാൻ വിഷയത്തിൽ നിന്ന് മാറിപ്പോയതല്ല. ഏഷ്യാനെറ്റിലെ ആ ധന്യമായിട്ടുള്ള കുടുംബ ജീവിതത്തിൽ ഭാര്യയും ഭർത്താവും അഥവാ ഈ കുട്ടിയുടെ അമ്മയും അച്ഛനും ഒരുമിച്ച് സ്നേഹത്തോടുകൂടി പെരുമാറുന്നത് തന്നെ കണ്ടപ്പോൾ ഈ കുട്ടിയുടെ അസുഖം മാറി. അസുഖം ഉണ്ടാവാൻ കാരണം മാതാപിതാക്കളുടെ, ഭർത്താക്കന്മാരുടെ വാശിയും പകയും ഈഗോയും എല്ലാമാണ്. ശരീരത്തിനല്ല മരുന്ന് വേണ്ടത്, മനസ്സിനുള്ള മരുന്നല്ല വേണ്ടത്. പെരുമാറ്റത്തിലൂടെ മനസ്സിനുള്ള മരുന്ന് കൊടുക്കാൻ സാധിച്ചാൽ ധന്യമായ ഭാര്യാഭർത്തൃ ബന്ധം ഉണ്ടാക്കാൻ സാധിക്കും.
ഓരോ ദിവസവും ഞാനും അതിൻ്റെ അനുഭവസ്ഥനാണ്. എൻ്റെ ഭാര്യയോട് സ്നേഹത്തോടു കൂടിയും വളരെയധികം ഇതോടുകൂടിയും സുഖമില്ലെങ്കിലും പെരുമാറുമ്പോൾ എൻ്റെ മക്കളുടെ മനസ്സിൽ കാണുന്ന അതവർ പറയാറുണ്ട്, വളരെ നന്നായിട്ട് പറയാറുണ്ട്. അവർക്ക് തോന്നണം ഇതുപോലൊരു അച്ഛൻ്റെയും അമ്മയുടെയും മകനായി മകളായി ജനിച്ചത് പുണ്യമാണെന്ന്. ഇന്ന് ഭഗവത്ഗീതയിൽ പറഞ്ഞ പോലെ യദ്യദാചരതി ശ്രേഷ്ഠ തത്തദേവേതരോ ജനഃ സയത് പ്രമാണം കുരുതി ലോകസ്തനുവർത്തതേ. മാതൃകയായിട്ട് മക്കളുടെ മുമ്പിൽ നിൽക്കാൻ അച്ഛനും അമ്മയ്ക്കും യോഗ്യതയുണ്ടെങ്കിൽ ആ മാതൃക മക്കൾക്ക് കാണിച്ചു കൊടുക്കാൻ ഇന്ന് പുറത്ത് ആരുമില്ല. പുറത്ത് പത്രമാധ്യമങ്ങളിൽ അഴിമതിയുടെയും ധൂർത്തിന്റെയും സ്വജനപക്ഷപാതത്തിന്റെയും തിന്മയുടെയും അതുപോലെ പരസ്പരം ചെളിവാറി എറിയലിന്റെയും എല്ലാം കള്ളപ്പണത്തിന്റെയും കള്ളക്കടത്തിന്റെയും എല്ലാം വാർത്തകൾ വായിക്കുമ്പോൾ മക്കളുടെ മനസ്സിൽ മാതൃകയായ ജീവിതം ഏതാ ഉള്ളത്? അവര് ജനിച്ച് ശരീരം കൊടുത്ത മാതാപിതാക്കൾ പോലും തമ്മിൽ വഴക്കിടുകയും ഈഗോയോടുകൂടി പെരുമാറുകയും ചെയ്യുമ്പോൾ അവർക്ക് മാർഗനിർദ്ദേശം നൽകാൻ ആരാ ഉള്ളത്? നല്ല ശരീരം കൊടുത്തു, നല്ല ഭക്ഷണം കൊടുത്ത് അതിനെ നിലനിർത്തുകയും ചെയ്യുന്നുണ്ട്. നല്ല മനസ്സ് കൊടുത്തില്ല, നല്ല രീതിയിൽ അവരുടെ മനസ്സിനെ നിലനിർത്തുന്നു ഇല്ല എങ്കിൽ മനസ്സ് തകർന്നാൽ ശരീരം തകരും. ശരീരം തകർന്നാലും ചിലപ്പോൾ മനസ്സ് തകർന്നില്ലെങ്കിൽ ആ ശരീരം റിക്കപ്പ് ചെയ്യും. ശരീരം തകർന്നു, മനസ്സ് തകർന്നില്ല എങ്കിൽ പോലും ആ ശക്തമായ മനസ്സ് ശക്തമായ ശരീരത്തിനെ ഉണ്ടാക്കിക്കൊള്ളും എന്നുള്ളത് പോലെ നല്ലൊരു മനസ്സ് അവർക്ക് കൊടുക്കാൻ അച്ഛനും അമ്മയ്ക്ക് സാധിക്കണം. ധാരാളം TV പരിപാടികളിൽ നന്മ നിറഞ്ഞ കുടുംബജീവിതത്തെക്കുറിച്ച് ഇപ്പോൾ പറയുന്നുണ്ട്. ചിലതൊക്കെ ആർട്ടിഫിഷ്യലായിട്ട് പറയുകയാണ് ഡോക്ടർമാരിലൂടെയൊക്കെ. ഒരു ഡോക്ടറുടെ അടുത്തേക്കോ ഡോക്ടർമാരുടെ അടുത്തേക്കോ ഉപദേശിയുടെ അടുത്തേക്കോ ഒന്നും പോകേണ്ടി വരാത്ത വിധത്തിൽ അച്ഛനും അമ്മയും വിചാരിച്ചു കഴിഞ്ഞാൽ തന്നെത്താനെ തന്നെ നല്ല രീതിയിൽ പെരുമാറിയാൽ മക്കളിൽ നന്മയുണ്ടാകുമെന്ന് ഓർമ്മിപ്പിക്കാൻ ഈ സീരിയൽ കണ്ടത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നു. പ്രണാമം, നമസ്കാരം.